മാതൃഭൂമി മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം സഹായ ദുരന്തം. കേരളം ആവശ്യപ്പെട്ടത് 2221 കോടി, അനുവദിച്ചത് 260.56 കോടി. കേന്ദ്രം എന്തിനു വേണ്ടിയാണ് 260 കോടി രൂപ ഇപ്പോൾ കേരളത്തിന് അനുവദിച്ചത്? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മുണ്ടക്കൈ ചൂരൽമല നിവാസികളെ സഹായിക്കാൻ വേണ്ടി ഈ രാജ്യത്തെ നല്ലവരാ മനുഷ്യൻ നൽകിയ ഏതാണ്ട് 800 കോടിയിലധികം രൂപ എവിടെ പോയി? ഈ ചോദ്യം ചോദിക്കുക തന്നെ വേണം. കഴിഞ്ഞ കുറെ മാസങ്ങളായി മേപ്പാടി ദുരിതബാധിതർ ഞങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എങ്ങനെയെങ്കിലും അതിലൊന്ന് വരണം, ഞങ്ങൾക്ക് സംസാരിക്കണം, ഞങ്ങളുടെ നാവ് ഇവിടെ പിഴുതെറിയപ്പെട്ടിരിക്കുകയാണ്, ഞങ്ങൾ പറയുന്ന സത്യം ലോകമറിയാതിരിക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സർക്കാർ സെറ്റ് ചെയ്തിരിക്കുന്ന അജണ്ടയിലൂടെ പോകാൻ ദുരിതബാധിതരിലെ ചിലർ നിർബന്ധിതരാകുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നീതിക്ക് വേണ്ടി പോരാടുമ്പോൾ ഞങ്ങളുടെ വാക്കു കേൾക്കാൻ എത്തണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മറുനാടൻ സംഘം കഴിഞ്ഞ ദിവസം വയനാട്ടിലെത്തിയത്. കണ്ണീരോടെ സങ്കടത്തോടെ ഇവർ ഞങ്ങളോട് പല വേദന കഥകളും അയവിറക്കി. നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ അവിടെയുള്ളത്. മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും നഷ്ടപ്പെട്ടിട്ട് 1 രൂപ നഷ്ടപരിഹാരം കിട്ടാത്തവരുണ്ട്, വാടക കിട്ടാത്തവരുണ്ട്, പല സാങ്കേതിക കാരണങ്ങളാൽ എല്ലാ ലിസ്റ്റിൽ നിന്നും പിന്തള്ളപ്പെട്ടവരുണ്ട്, കുട്ടികളുടെ പഠനവും ചികിത്സയും മുടങ്ങിയവരുണ്ട്, വീട് കിട്ടാതെ ഇപ്പോഴും എവിടെയെങ്കിലുമൊക്കെ അലഞ്ഞു തിരിയുന്നവരുണ്ട്. ഇപ്പോൾ വാടക വീട് കിട്ടുന്നുണ്ടെങ്കിലും ലിസ്റ്റിൽ ഇടം കിട്ടാത്തത് കൊണ്ട് ഏറെ വൈകാതെ വാടക വീട് നഷ്ടപ്പെടും എന്ന് ഭയപ്പെടുന്നവരുണ്ട്. കൃഷിഭൂമി പൂർണ്ണമായും നഷ്ടപ്പെട്ടതുകൊണ്ട് ഒരു കൃഷിയും ഒരു വരുമാനവും ഇല്ലാത്തവരുണ്ട്. ഇവരുടെ ഒന്നും കണ്ണുനീരിന് അവിടെ ഒരു വിലയുമില്ല. അവിടെ കൃത്യമായ രാഷ്ട്രീയം നടമാടുകയാണ്. ഇവിടെയാണ് കേന്ദ്ര സർക്കാർ കണ്ണു തുറക്കേണ്ടത്. 800 കോടിയിലധികം രൂപ ഈ സർക്കാരിന്റെ കയ്യിലുണ്ടായിട്ടും സർക്കാർ ഈ പുനരധിവാസത്തിന് വേണ്ടി ഏതാണ്ട് 100 കോടിയോളം മാത്രമേ മുടക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ലിസ്റ്റിൽ പെടാതെ ദുരിതം അനുഭവിക്കുന്ന നിരവധി മനുഷ്യരുണ്ട്. അവരെ സഹായിക്കാൻ വേണ്ടി ഈ 260 കോടി രൂപ മാറ്റിവെക്കണം. സർക്കാരിന്റെ കയ്യിൽ ആവശ്യത്തിലധികം പണമുണ്ട്. രാഹുൽ ഗാന്ധി കർണാടക സർക്കാരും ഒക്കെ പണം കൊടുത്തിട്ടുണ്ട്. മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ ഇടപെടുന്നുണ്ട്. നൂറുകണക്കിന് പ്രധാനികൾ വീട് വെച്ചു കൊടുക്കാം, പണം കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും ഇവരൊക്കെ ഇപ്പോഴും ദുരിതം അനുഭവിക്കുകയാണ്. ദുരിതം അനുഭവിക്കുന്നവരെ കൃത്യമായി കണ്ടെത്തി അവരുടെ സാഹചര്യം മനസ്സിലാക്കി വാഗ്ദാനം നൽകി മുങ്ങിയവരെ കണ്ടെത്തി അവരോട് ഇവരെ സഹായിക്കുമെന്ന് ചോദിക്കാനാണ് ഞങ്ങൾ ആദ്യം ആഗ്രഹിക്കുന്നത്. അങ്ങനെ സഹായം ലഭിക്കാത്തവരെ സഹായിക്കുന്നതിനുള്ള ആദ്യ മൂലധനമായി ഈ 260 കോടി രൂപ മാറ്റിവെക്കണം. ഇത് പിണറായി ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന കടൽ വെള്ളത്തിലേക്ക് ഒഴുക്കിവിട്ടാൽ ആർക്കും ഒരു ഗുണവും കിട്ടില്ല. കയ്യിലിരിക്കുന്ന പണം പോലും ചെലവഴിക്കാതെ പിണറായിയുടെ സർക്കാർ തോന്നിവാസം കാട്ടുമ്പോൾ കേന്ദ്ര സർക്കാർ ആ കടലിലേക്ക് കൊണ്ടുപോയി ഈ ശുദ്ധവെള്ളം ഒഴിക്കരുത്. ഈ 260 കോടി രൂപ നിങ്ങൾ റിസർവ് ചെയ്ത് വെക്കുക. ഇത് മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും അട്ടമലയിലെയും പുഞ്ചിരിമെട്ടിലെയും ഒക്കെ പാവപ്പെട്ട മനുഷ്യർക്ക്, പാടികളിൽ താമസിച്ച് വീടില്ലാതെ പോയവർക്ക്, മരുന്നിനും ചികിത്സയ്ക്കും ഭക്ഷണത്തിനും കുട്ടികളെ പഠിപ്പിക്കുന്നതിനും പണമില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി ഉപയോഗിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, ഈ കെണി തിരിച്ചറിഞ്ഞ് ആ പണം ഹോൾഡ് ചെയ്യുക. സർക്കാരിന്റെ കയ്യിലിരിക്കുന്ന പണം ആദ്യം ചെലവഴിക്കട്ടെ, അല്ലെങ്കിൽ ആ പണം മുഴുവൻ അവർ ദൂർത്തടിക്കും.